തീവ്രവാദി ബിജിത്ത്, സ്ത്രീ അനിറ്റ ബാബു, ക്രിസ്തു റെജി, യുവാവ് ജോയി. കിറ്റ് ആരംഭിക്കുകയാണ്. ഞാനൊരു യുവാവ്, സത്യാന്വേഷിയായ യുവാവ്. ആർക്കെന്നെ സഹായിക്കാൻ കഴിയും? എനിക്ക് നിന്നെ സഹായിക്കാൻ കഴിയും. നിങ്ങൾ ആരാണ്? ഞാനോ? ഭരണചക്രം തിരിക്കുന്ന രാഷ്ട്രീയം. നിങ്ങൾക്കെങ്ങനെ എന്നെ സഹായിക്കാനാകും? രാഷ്ട്രീയം നിന്നെ സഹായിക്കും. രാഷ്ട്രീയത്തിന്റെ വചനങ്ങൾ നിന്നെ നയിക്കട്ടെ. രാഷ്ട്രീയമില്ലാത്ത യുവത്വം വെറും വട്ട പൂജ്യം. ആട്ടെ, എന്താണ് നിങ്ങളുടെ രാഷ്ട്രീയ പാഠങ്ങൾ? ഇതാ കേട്ടോളൂ. പാടത്ത് പണി ചെയ്യുന്ന അധ്വാന വർഗങ്ങളെ നിങ്ങൾക്ക് നഷ്ടപ്പെടുവാൻ ചങ്ങലകൾ മാത്രം. കിട്ടാനുള്ളതോ പുതിയൊരു ലോകം. ഞങ്ങൾക്ക് ബന്ധു വേണം, ഹർത്താൽ വേണം, പണിമുടക്ക് വേണം, പഠിപ്പുമുടക്ക് വേണം. സമൃദ്ധിക്കും ഞങ്ങൾ ജനജീവിതം. നിർത്തൂ. ഇല്ല, നിങ്ങൾക്ക് എന്നെ സഹായിക്കാനാകില്ല. നിങ്ങളുടെ വചനങ്ങൾക്ക് സത്യം കണ്ടെത്താനാകില്ല. നിങ്ങൾ പറയുന്നത് കാപട്യമാണ്, വഞ്ചനയാണ്, സ്വാർത്ഥതയാണ്. പോകൂ, പോകൂ എന്റെ മുമ്പിൽ നിന്ന്. എടാ പയ്യനെ, ഒടുവിൽ നീ എന്റെ കൊടുക്കയിൽ തന്നെ വരും. അപ്പോൾ കാണാം നമുക്ക്. എന്നെ സത്യത്തിന്റെ പൊരുളറിയിക്കാൻ ഇവിടെ ആരുമില്ലേ? സത്യാന്വേഷിയായ ഒരു യുവാവ്. സത്യാന്വേഷിയായ യുവാവ്, ഞാൻ നിന്നെ സത്യം പഠിപ്പിക്കും. കറുത്ത സത്യം. എന്താണ് ഈ കറുത്ത സത്യം? ഇത് തന്നെ. ഈ തോക്ക്, ഈ ബോംബ്. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. മനസ്സിലാക്കരുത്. ഞങ്ങളുടെ സംഘത്തിൽ പ്രവർത്തിക്കുന്നവർ എവിടെ നിന്ന് വരുന്നുവെന്നോ എങ്ങോട്ട് പോകുന്നുവെന്നോ എന്ത് ചെയ്യുന്നുവെന്നോ മനസ്സിലാക്കരുത്. എല്ലാം ഈ റിമോട്ട് കൺട്രോൾ ചെയ്തു കൊടുക്കും. നിങ്ങളുടെ സംഘത്തിൽ ചെന്നാൽ എനിക്ക് എന്താണ് ലഭിക്കുക? പൊട്ടിച്ചിതറി ചാകുന്നതുവരെ സുഖിക്കാം, മതിക്കാം, രസിക്കാം. വേണ്ട, എനിക്ക് കറുത്ത സത്യം വേണ്ട. ഇത് ഭീകരമാണ്, തകർച്ചയാണ്, ചോരപ്പുഴയാണ്. ഈ വെടിയുണ്ടയിലോ ഒരു ചാവേർ ബോംബിലോ ഒരു കടാരത്തുമ്പിലോ എന്റെ ജീവിതം തകർക്കാൻ ഞാനില്ല. നിങ്ങൾ പോകൂ. ഭീരുക്കൾക്കുള്ളതല്ല ഞങ്ങളുടെ പണി. നിന്നേക്കാൾ ചുടയുള്ള യുവാക്കളും യുവതികളും ഞങ്ങളുടെ വെയിറ്റിംഗ് ലിസ്റ്റിലുണ്ട്. പോരാ. കറുത്ത സത്യമല്ല എനിക്ക് വേണം, വെളുത്ത സത്യം. അത് കാണിച്ചു തരുവാൻ ഇവിടെ ആരുമില്ലേ? എനിക്ക് വേണ്ടത് സത്യം. ഞാനൊരു സത്യാന്വേഷിയാണ്. സ്ത്രീ ഒരു സത്യമാണ്, സൗന്ദര്യം ഒരു സത്യമാണ്. സ്ത്രീ സൗന്ദര്യം അതിലേറെ മതവിക്കുന്ന ഒരു സത്യമാണ്. പക്ഷേ നീ ഒരു മിഥ്യയാണ്. നിന്റെ സൗന്ദര്യം ഒരു മിഥ്യയാണ്. മരിക്കുന്ന സൗന്ദര്യമല്ല എനിക്ക് വേണ്ടത്, മരിക്കാത്ത സൗന്ദര്യം. ആദ്യമായിട്ടാണ് ഒരു പുരുഷൻ എന്നോട് ഇങ്ങനെ പറയുന്നത്. ഹേ യുവാവേ, ഈ യുവത്വം ഒന്നേ സുഖിക്കുക, രസിക്കുക, ആനന്ദിക്കുക. നമുക്ക് ഈ ലോകത്തിന്റെ സത്യങ്ങൾ മതി, പരലോക സത്യങ്ങൾ പ്രായമായവർക്ക്. ഈ ജീവിതം ഒന്നേ ഉള്ളൂ, അത് നിനക്ക് അടിയറ പറ്റുവാൻ ഞാൻ തയ്യാറാണ്. നീ ഒരു പിശാചാണ്, സ്ത്രീയുടെ ചർമ്മം പൊതിഞ്ഞ പിശാച്. നിന്നിൽ സത്യമില്ല,
ദൗത്യം മാത്രം. നീ സ്ത്രീവർഗത്തിന് തന്നെ അപമാനം. പോകൂ എന്റെ മുമ്പിൽ നിന്ന്. പക്ഷേ ഞാൻ വീണ്ടും വരും, പുതിയ തന്ത്രങ്ങളുമായി, റിയാലിറ്റി ഷോകളായി, ഐസ്ക്രീം പാർലറുകളായി, പരസ്യ പടങ്ങളായി, ഇന്റർനെറ്റ് കഫേകളായി. അന്ന് നിന്നെ കുടുക്കാമോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. ബൈ ബൈ. ഞാൻ പരാജയപ്പെടുകയാണ്. എന്റെ സത്യാന്വേഷണത്തിന്റെ വാതിലുകൾ ഒന്നൊന്നായി അടയുകയാണ്. ഇവർ പറഞ്ഞതൊക്കെ തന്നെയല്ലേ സത്യങ്ങൾ? ഞാൻ മാത്രം എന്തിനൊരു തിരുത്തൽവാദിയാകണം? ഒഴുക്കിനൊത്ത് നീന്തുന്നതല്ലേ സുഖം? പക്ഷേ ഇത്രയും സഞ്ചരിച്ചിട്ട് എങ്ങനെ തിരിച്ചു പോകും? പാടില്ല, പോകാൻ പാടില്ല. രാഷ്ട്രീയത്തിന്റെ ഒരു കളിപ്പാട്ടമായി നിന്നെ ഞാൻ ഉപയോഗിക്കും. ഞങ്ങളുടെ അടുത്ത ഓപ്പറേഷന്റെ ചാവേർ ബോംബായി നിന്നെ ഞങ്ങൾ രൂപാന്തരപ്പെടും. എന്റെ താളത്തിലൊത്തു തുള്ളുന്ന ഭ്രാന്തനായി നിന്നെ ഞാൻ മാറ്റും. ഈ യുവാവിനെ പങ്കുവെക്കുവാൻ ഞാൻ അനുവദിക്കില്ല. നിങ്ങൾ ആരാണ്? ഞാൻ നിന്റെ സുഹൃത്താണ്. നിനക്കെന്നെ മനുഷ്യപുത്രൻ എന്ന് വിളിക്കാം. ഇവൻ ഞങ്ങളുടേതാണ്, ഞങ്ങളുടെ വിട്ടുതരില്ല. അല്ല, ഞാൻ നിങ്ങളുടേതല്ല. യുവാവെ, സർവശക്തിയുമെടുത്ത് വെട്ടിമുറിക്കും നിന്റെ കഴുത്തിൽ വീണിരിക്കുന്ന ഈ കുരുക്കുകൾ. മനുഷ്യപുത്ര, അങ്ങ് എന്നെ രക്ഷിച്ചു. സത്യത്തെ തേടുന്നവരുടെ പിറകിൽ ഒരു നിഴലായി ഞാനുണ്ട്. എന്നിട്ടെന്തേ അങ്ങ് ഇതുവരെ വരാതിരുന്നത്? സത്യം മുള്ളുകൾ കൊടുവിലാണ് സൃഷ്ടിക്കുന്നത്. നിന്റെ യൗവനത്തിൽ നീ സത്യത്തെ തിരിച്ചറിയണം. നിനക്കറിയാമോ, യുവത്വം എന്നത് ഒരു നിധിയാണ്. നിത്യഹരിതമായ ഒലീവ് വൃക്ഷം പോലെ നീയും ആയിത്തീരണം. നിങ്ങൾ പറയുന്നതിൽ എവിടെയോ സത്യം ഒളിഞ്ഞിരിക്കുന്നു. നിങ്ങളെയാണ് ഞാൻ അന്വേഷിച്ചത്. നിങ്ങൾക്കെന്നെ സഹായിക്കാൻ കഴിയും. പ്രിയ യുവാവെ, ഞാൻ തന്നെ നീ അന്വേഷിക്കുന്ന സത്യവും സ്വാതന്ത്ര്യവുമെന്ന് നീ തിരിച്ചറിയുക. ഞാൻ അങ്ങയെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നു. വിരോധമില്ല. പക്ഷേ നീ പോവുക നിന്റെ ഭവനത്തിലേക്ക്, നിന്റെ സ്നേഹിതരിലേക്ക്, നിന്റെ കൂട്ടായ്മകളിലേക്ക്. അവിടെ നിനക്കൊരു ദൗത്യമുണ്ട്. ആസക്തികളുടെ അന്ധകാരത്തിൽ വഴിയറിയാതെ അലയുന്ന യുവതയ്ക്ക് മുന്നിൽ വിശുദ്ധിയുടെ ദീപസ്തംഭങ്ങളാകാൻ. അവിടെയും അങ്ങെന്റെ കൂടെയുണ്ടാകാം. അങ്ങാണ് എന്റെ ശക്തിയും ബലവും പ്രതീക്ഷയും. യുവാവെ, ഞാൻ നിന്റെ കൂടെയുണ്ടാകും. നിന്നെ വിശുദ്ധിയിലേക്ക് നയിക്കാൻ, നിന്നെ ശക്തനാക്കാൻ, നിന്റെ പാദങ്ങൾക്ക് വിളക്കും വഴികളിൽ പ്രകാശവുമായി ഈ വചനവുമായി ഞാൻ നിന്നോടൊപ്പം